വെള്ളത്തിൽ ഒലിച്ചുപോയി. ഇട്ട വീഡിയോസിനെ കുറിച്ചും ചാനലിനെ കുറിച്ചിട്ടും ഒരു വിശകലനം ചെയ്ത് നടത്തി വെക്കുമ്പോൾ നമ്മൾ ചില യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കി. അതായത് ആദ്യം പാലക്കാട് രാജാവിനെ കുറിച്ചും മറ്റൊക്കെ വീഡിയോ ഇട്ട സമയത്ത് കുറച്ച് സബ്സ്ക്രിപ്ഷൻ കയറി വന്നു. പിന്നെ നായന്മാരെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ വന്നപ്പോൾ അതിനോട് എതിർപ്പുള്ള കുറച്ച് ആൾക്കാർ വിട്ടുപോയി. അധികമല്ല, ഒരു 3 പേര് പോയി. പിന്നെ ഈഴവാസനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ഇട്ടപ്പോൾ അതിൽ ഒരു 3 പേര് പോയി. കേരളത്തിൽ ക്ഷത്രിയരില്ല എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഇട്ടപ്പോൾ 2 പേര് പോയി. അത് കഴിഞ്ഞ് പിന്നെ വീണ്ടും വേറൊരു രാജാവിൻ്റെ ഒരു ഇത് വന്ന സമയത്ത് ഒരാൾ പോയി. ടിപ്പു സുൽത്താൻ ചെയ്തിട്ടുള്ള നല്ല കാര്യങ്ങളെ കുറിച്ചിട്ടും വീരകൃത്യങ്ങളെ കുറിച്ചിട്ടും ഒക്കെ ഒരു വീഡിയോ ചെയ്തപ്പോൾ 2-3 പേര് അതിൽ പോയി. അപ്പോൾ നമ്മുടെ മതവാദികളും ജാതീയവാദികളും എത്രയുണ്ട് എന്നുള്ളതൊക്കെ നമുക്ക് അതിലൂടെ മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെ അതിനൊക്കെ മാറിയിട്ട് ഫിൽട്ടർ ചെയ്തിട്ടുള്ള ആൾക്കാരാണ് ഇപ്പം നമ്മുടെ സബ്സ്ക്രൈബേഴ്സായിട്ട് ഇവിടെ ഉള്ളത്. എന്ന് പറഞ്ഞാൽ ജാതികളും മതത്തിലും ഒക്കെ വിശ്വാസമുണ്ടെങ്കിലും വിരോധം മറ്റുള്ളവരോട് പുലർത്താത്ത ആളുകളാണ് ഇപ്പോൾ സബ്സ്ക്രൈബേഴ്സായിട്ടുള്ളത് എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അവർക്ക് വേണ്ടിയാണ് ഈ ചാനൽ നടത്തുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ പലർക്കും ഇഷ്ടപ്പെട്ടു കൊള്ളണമെന്നൊന്നുമില്ല. കാരണം അവർക്ക് ഇഷ്ടപ്പെടാത്ത ചില കാര്യങ്ങളും ഞാൻ പറഞ്ഞെന്ന് വരും. അപ്പോൾ ഇവിടെ ജാതിയും മതവും നോക്കിയിട്ടല്ലല്ലോ ചരിത്രമൊക്കെ പറയുന്നത്. നമസ്കാരം. എൻട്രാക്കൾട്ട് എൻ്റർടൈൻമെൻറ്റ് ട്രാവൽ കൾച്ചർ എന്ന ഈ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഇവിടെയുള്ള അനങ്ങനടി എന്ന് പറയും. അതായത് പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലത്തിന് അടുത്തുള്ള അനങ്ങനടി ഇക്കോ ടൂറിസം പദ്ധതി നടക്കുന്നുണ്ട്. അപ്പോൾ ആ വനത്തിൻ്റെ ഒരു മേഖലയാണിത്. അപ്പോൾ നല്ല വെയിലാണ്. ഒരു തണൽ കിട്ടിയപ്പോൾ അവിടെ നിന്ന് ഈ വീഡിയോ ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ള ഒരു കാര്യങ്ങൾ അല്ലെങ്കിൽ മുന്നേ കുറേ വീഡിയോകളൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ ഞാൻ ആലോചിക്കുകയാണ്, ഞാൻ ആ ചാലിയം ആ ഭാഗത്ത് പോയ സമയത്ത് നമുക്ക് ചില അനുഭവങ്ങൾ ഉണ്ടായി. കാരണം വളരെ മുന്നേ തന്നെ അവിടെ ഒരു പള്ളി ഉണ്ടായിരുന്നു. അതായത് പുഴയ്ക്കൽ പള്ളി എന്ന് പറയും, പുഴക്കര പള്ളി എന്നാണ് അതിന് പേരുണ്ടായിരുന്നത്. അത് ആ സമയത്ത് പോർച്ചുഗീസുകാർ വന്ന സമയത്ത് അവർക്ക് അവിടെ ഒരു ചെറിയൊരു കോട്ട പണിയാനുള്ള അനുവാദം എന്തോ സാഹചര്യങ്ങൾ കൊണ്ട് സാമൂതിരി കൊടുക്കുകയും പിന്നീട് അത് വലിയ ഭീഷണിയായിട്ട് മാറുകയും ചെയ്തു. 1531 അവിടെ ഒരു കോട്ട നിർമ്മിക്കുന്നത്, ചാലിയം. ഞാൻ ഇതിനെക്കുറിച്ചൊരു വീഡിയോ വേറെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കോട്ടയുടെ അതായത് ആ കോട്ട വന്നതോടുകൂടി അവിടുത്തെ പോർച്ചുഗീസുകാർ അവിടെയുള്ള ആളുകളോട് ചെയ്ത ക്രൂരകൃത്യങ്ങളെ കുറിച്ചിട്ടൊക്കെ കുറെ വായിച്ചറിയുകയുണ്ടായി. അപ്പോൾ കുട്ടികളെ ഒക്കെ ചെറിയ അമ്മമാരുടെ മുന്നിൽ വെച്ച് തന്നെ കുട്ടികളെ കൊല്ലുക, അതുപോലെ തന്നെ അമ്മിക്കുഴിയും അതുപോലെ ആട്ടുകല്ലൊക്കെ ഉപയോഗിച്ചിട്ട് തലയൊക്കെ തകർത്ത് അങ്ങനെ കൊല്ലുക, പിന്നെ ആളുകളെ മുതലക്കിട്ട് കൊടുത്ത് അവ മുതല ഭക്ഷിക്കുന്നത് കണ്ട് സന്തോഷിക്കുക, അത് അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അവിടെ ചെയ്തിരുന്നു. പ്രത്യേകിച്ച് ഈ പുഴക്കര പള്ളിയെ കുറിച്ചിട്ടൊക്കെ തുഫത്തുൽ മുജാഹിദീൻ എന്ന് പറഞ്ഞിട്ട് ഇതിൽ കൊടുത്തിട്ടുണ്ട്, കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അന്ന് പോർച്ചുഗീസുകാരനായിട്ടുള്ള ഒരു ക്രൂരനായ ഒരു ക്യാപ്റ്റൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേര് അസ്വാഡ എന്നായിരുന്നു. അദ്ദേഹമായിരുന്നു അമ്മമാരോട് തന്നെ പറഞ്ഞു കുട്ടികളെ കൊല്ലാൻ. അപ്പോ അങ്ങനെ ആ കുട്ടികളുടെ കരച്ചില് അല്ലെങ്കിൽ ഈ കൊല്ലുന്ന ആളുകളുടെ കരച്ചില് കേട്ടാൽ അത് പോർച്ചുഗീസിലെ ഒരു പക്ഷി കരയുന്നത് പോലെ ആസ്വദിക്കാനാണത്രേ അവര് ആഹ്വാനം ചെയ്തിരുന്നത്. അതുപോലെ ഈ ഒരു ക്രൂരകൃത്യങ്ങൾ അതായത് ചാലിയത്തും ബേപ്പൂരും ഒക്കെ നടന്ന സമയത്ത് അങ്ങനെ വന്ന സമയത്താണ് ഈ ഒരു കോട്ട പൊളിക്കുന്നതിനെ കുറിച്ചിട്ടുള്ള ആലോചന സാമൂതിരിക്കുണ്ടായത്. അന്നത്തെ സാമൂതിരി വളരെ ധീരനായ ഒരു സാമൂതിരിയായിരുന്നു, പ്രജകളെ സ്നേഹിക്കുന്ന ഒരു സാമൂതിരിയായിരുന്നു. അപ്പൊ അങ്ങനെ വന്ന സമയത്താണ് അദ്ദേഹം ഭക്ഷണ പദാർത്ഥം അതായത് കൊണ്ടുവന്ന സമയത്ത് അത് കഴിക്കാൻ അദ്ദേഹം വിസമ്മതിച്ചെന്നും ഈ കോട്ട പൊളിച്ചല്ലാതെ പോർച്ചുഗീസുകാരുടെ പതനം കണ്ടതല്ലാതെ ഇനി ഞാൻ ഭക്ഷണം കഴിക്കില്ല എന്ന് ശപഥമെടുക്കുകയും ചെയ്തപ്പോൾ ഈ മാലിക് ദിനാർ പള്ളി ഞാൻ കാണിച്ചിരുന്നു ഒരു ചാനലിൽ. അതായത് നമ്മുടെ ചാനലിൽ തന്നെ ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ചിരുന്നു. ആ മാലിക് ദിനാർ പള്ളിയിൽ അന്ന് അവിടുത്തെ ഖത്തീബ് അല്ലെങ്കിൽ
അവിടെ ഒരു കുത്തുബ പ്രഭാഷണം നടത്തുകയുണ്ടായി. ഈ കുത്തുബ പ്രഭാഷണം എന്ന് പറയുന്നത് അത് അന്ന് നടത്തിയുള്ള അദ്ദേഹത്തിന്റെ പേര് ഖാദി മുഹമ്മദ് എന്നായിരുന്നു. ഈ ഖാദി മുഹമ്മദ് അന്ന് ആഹ്വാനം ചെയ്യുന്നു, അതായത് അമുസ്ലിമായിട്ടുള്ള ഒരു രാജാവിനെ രക്ഷിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ആ രാജ്യത്തിന്റെ ആ ഭരണം അദ്ദേഹത്തിന്റെ ഇതിൽ നിർത്തുന്നതിന് വേണ്ടി, പോർച്ചുഗീസുകാരെ ഓടിക്കുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം ഒരു പ്രഭാഷണം അവിടെ കൊടുക്കുകയും, കുത്തുബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളിയാഴ്ചകളിലൊക്കെ നടത്തുന്ന ഒരു മതപ്രഭാഷണമാണ്. അങ്ങനെ ആദ്യമായിട്ട് ഒരു മതസൗഹാർദ്ദത്തിന്റെ രീതിയിൽ ഇവിടുത്തെ തദ്ദേശീയരായ ആളുകളെ രക്ഷിക്കുന്നതിന് വേണ്ടി ഒരു വലിയൊരു പ്രഭാഷണം നടത്തി ഖുർആൻ തൊട്ട് അവിടുത്തെ മുസ്ലിങ്ങളെ കൊണ്ട് സത്യം ചെയ്യിച്ചു സാമൂതിരിയുടെ കൂടെ നിൽക്കാമെന്നും ഈ പോർച്ചുഗീസുകാരെ ഇവിടെ നിന്ന് തുരത്തി ഓടിക്കാമെന്നും പറയുന്നു. അങ്ങനെ അന്നത്തെ നായർ പടയാളികളായ ആളുകൾ തങ്ങളുടെ ജീവൻ ത്യജിക്കാൻ തയ്യാറാണെന്നും ഈ പോർച്ചുഗീസുകാർ ഇവിടെ ഓടിക്കാമെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ ഒറ്റയ്ക്കല്ല, ഞങ്ങളും കൂടെ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഈ മുസ്ലിങ്ങളും വരികയും അങ്ങനെയാണ് കുഞ്ഞാലി മരക്കാരുടെ നേതൃത്വത്തിൽ ഈ കോട്ടയ്ക്കെതിരെയുള്ള പ്രതിരോധം ആരംഭിക്കുകയും അത് തകർത്തെറിയപ്പെടുകയും ചെയ്യുന്നത്. 1571 നവംബർ മാസത്തിലാണ് ഈ കോട്ട തകർക്കുന്നത്. അപ്പോൾ ആ തകർത്തിട്ടുള്ള ആ കല്ലുകൾ ഉപയോഗിച്ചിട്ടാണ് പിന്നീട് മാലിക് ദിനാർ അല്ലെങ്കിൽ പുഴക്കര പള്ളി നിർമ്മിച്ചതും. അതിലത്തെ മരം ഒക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് കുറ്റിച്ചിറ നിസ്കാര പള്ളിക്ക് കൊടുക്കുകയും ചെയ്തത് അന്നത്തേതല്ല. ഇത് ഞാൻ ചലിയത്ത് പോയ സമയത്ത് ഞാൻ ഈ മാലിക് ദിനാർ പള്ളി കാണണം എന്ന് ആഗ്രഹം ഉള്ളതുകൊണ്ട് ഞാൻ അവിടെ പോയി. ആ ആളുകളുടെ ആ മാറ്റം, അതായത് ആ സ്നേഹമായിട്ടുള്ള സ്വീകരണമൊക്കെ ഞാൻ കണ്ടപ്പോൾ അവർക്കൊരു മാറ്റങ്ങളും അവിടെ സംഭവിച്ചിട്ടില്ല. പക്ഷെ ഇന്നത്തെ കാലത്ത് ഇപ്പോൾ ഡോക്ടർമാരെന്നെ ഈ ബോംബ് പൊട്ടിക്കുകയും ഒക്കെ ചെയ്തിട്ട് വരുന്ന സമയത്ത് അതിൽ നിന്ന് വിഭിന്നമായിക്കൊണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഈ അടുത്ത കാലത്തുണ്ടായ മത തീവ്രവാദങ്ങളാണ്. യഥാർത്ഥത്തിലുള്ള ഒരു വിശ്വാസി അല്ലെങ്കിൽ യഥാർത്ഥത്തിലുള്ള ഒരു മുസ്ലിം ഈ തീവ്രവാദത്തിലൊന്നും വിശ്വസിക്കുന്നില്ല. അപ്പൊ ഞാനിത് പറയുമ്പോൾ ചില ആളുകൾക്ക് ഇഷ്ടപ്പെടുമോ ഇഷ്ടപ്പെടില്ല എന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഇന്നത്തെ സന്ദർഭത്തിൽ ഇതൊന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ചാതുർവർണ്ണ്യത്തെ കുറിച്ചാണ്. 8-ാം നൂറ്റാണ്ടോട് കൂടിയാണ് ഇവിടെ ചാതുർവർണ്ണ്യം വരുന്നത്. അപ്പൊ അതിനെ കുറിച്ചിട്ട് ഞാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി തന്നെ അതിന്റെ ഒരു റിസർച്ച് ആർട്ടിക്കിൾ ഞാൻ വായിക്കുകയുണ്ടായി. അതായത് അതിന്റെ പ്രസിദ്ധീകരിച്ചതാണ്. ഒരു റിസർച്ച് ആർട്ടിക്കിൾ എന്ന് പറയുമ്പോൾ അതിന് പിയർ വ്യൂ ഒക്കെ കഴിഞ്ഞ് അതിനെ എക്സ്പേർട്സിന്റെ മുന്നിൽ അവതരിപ്പിച്ച് എന്നിട്ടാണ് അതിന് ഡോക്ടറേറ്റ് കൊടുക്കുന്നത്. അപ്പൊ അതിൽ ഞാൻ വായിക്കുകയുണ്ടായി 8-ാം നൂറ്റാണ്ടിലാണ്, അതുവരെ ഇവിടെ ചാതുർവർണ്ണ്യം ഉണ്ടായിരുന്നില്ല. 8-ാം നൂറ്റാണ്ടിലാണ് ഇവിടെ ചാതുർവർണ്ണ്യം, പ്രത്യേകിച്ച് കേരളത്തില് ഈ നമ്പൂതിരി വിഭാഗം ആണ് ഇതിന്റെ ഒരു പ്രധാനമായിട്ട് ഉണ്ടാക്കിയത്. അല്ല ബ്രാഹ്മണരെന്ന് പറയുമ്പോൾ എല്ലാ ബ്രാഹ്മണരും പെടില്ല അതില്. അപ്പോൾ അവരത് ഉണ്ടാക്കിയ സമയത്ത് അന്ന് ഭരണത്തിലുണ്ടായിരുന്ന ആളുകളെ ക്ഷത്രിയർ എന്ന ഒരു വിഭാഗം ആക്കിയിട്ട് കുറച്ചുപേരെ നിർത്തി. പിന്നെ ആ 8-ാം നൂറ്റാണ്ടിൽ തന്നെയാണ് ഈ ശൂദ്രന്മാർ എന്ന് പറയുന്ന വിഭാഗം, അതായത് നായന്മാരെ അടക്കം ശൂദ്രന്മാരിലേക്ക് പെടുത്തിക്കൊണ്ട് ഇവര് ഒരു വർണ്ണ ഇത് നടത്തുകയും ഓരോരുത്തർക്കും ഓരോ കുലത്തൊഴിലുകൾ സൃഷ്ടിക്കുകയും ചെയ്തു. എല്ലാ ബ്രാഹ്മണരും ഒരുപോലെ നമ്പൂതിരിമാർ കണ്ടിരുന്നില്ല. ഇപ്പൊ തമിഴ്നാട്ടിൽ നിന്ന് വന്നിരുന്ന ബ്രാഹ്മണര്, പട്ടര്, അങ്ങനെയുള്ള വിഭാഗങ്ങൾ, അയ്യർ, ആ വിഭാഗങ്ങളെ അവര് അവരോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കാതെ അവരെ കുറച്ച് താഴത്തായിട്ടാണ് അവരെ കണ്ടിരുന്നത്. അതിന്റെ താഴത്തായിട്ടാണ് പിന്നെ വരുന്നത് ക്ഷത്രിയര്, അതിനും താഴത്തായിട്ടാണ് ഈ വൈശ്യര് വരുന്നത്, പിന്നെയാണ് ശൂദ്രര്. ഒരു കാലത്ത് റൂളിംഗ് ക്ലാസ് ആയിരുന്നുള്ള നായന്മാരെ കൂടി ഈ ശൂദ്ര ക്ലാസ്സിൽ പെടുത്തുന്നത് 8-ാം നൂറ്റാണ്ടോടുകൂടിയാണ്. യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു ക്ലാസ് വിവേചനമൊന്നും ഇവിടെ സൗത്ത് ഇന്ത്യയിൽ ഉണ്ടായിരുന്നില്ല. പക്ഷേ കേരളത്തിൽ ഇത് മനഃപൂർവ്വം സൃഷ്ടിക്കുകയാണ് ഉണ്ടായത്. അതുപോലെ തന്നെ ഒരുപാട് കാലത്തേക്ക് കുറെ പേര് ചൂഷണം ചെയ്യുന്നതിന് വേണ്ടി ഇവർക്ക് വേണ്ടിയിട്ട് വിദ്യാഭ്യാസം നിഷേധിക്കുന്നു. അങ്ങനെയാണ് വേദങ്ങളൊന്നും കേൾക്കാത്ത രീതിയിലാക്കി വെച്ചത്. അപ്പോൾ വിവരങ്ങൾ, അതായത് വിദ്യാഭ്യാസം ഇല്ലാത്ത ഒരു മനുഷ്യനെ ചൂഷണം ചെയ്യാൻ എളുപ്പമാണ്. ആ ഒരു മിഥ്യാധാര, ആ ഒരു ഇത് സൃഷ്ടിക്കുകയും തങ്ങളാണ് ഏറ്റവും വലുതും, തങ്ങളെയാണ് നിങ്ങളെല്ലാം പൂജിക്കേണ്ടതെന്നും ഒരു കാലത്ത് കൊടിയ പാപങ്ങൾ ചെയ്തതിന്റെ ഫലമായിട്ടാണ് ശൂദ്രനായി ജനിക്കുന്നതെന്നും ശൂദ്രനായി ജനിച്ചു കഴിഞ്ഞാൽ അവർ മറ്റുള്ളവരെ സേവിക്കാനുള്ളവരാണെന്നും പറഞ്ഞ് പഠിപ്പിച്ച് അങ്ങനെ കൊണ്ടുവന്നതാണ്. അപ്പൊ ഞാൻ ഈ പറയുന്ന വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോളന്നൊന്നുമില്ല. ഉള്ള സത്യങ്ങൾ ഞാൻ വായിച്ചറിഞ്ഞ കാര്യങ്ങൾ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ജാതി വ്യവസ്ഥയുടെ മുകളിലാണ്
ഇന്ന് കാണുന്ന ജാതി വെറിയും മറ്റു കാര്യങ്ങളും കാണുന്നത്. ഇന്ന് ജാതി പേര് വിളിച്ചു എന്നൊക്കെ പറഞ്ഞ് അധിക്ഷേപങ്ങൾ കേൾക്കാം. ഒരു നായരെ നായരെ എന്ന് വിളിക്കാം, ഒരു മാപ്പിളയെ മാപ്പിളയെ എന്ന് വിളിക്കാം, നസറാണിയെ വിളിക്കാം, അതല്ലെങ്കിൽ എന്താ പറയുക നമ്പൂരിയെ എന്ന് വിളിക്കാം, ഈഴവനെ തണ്ടാനും ഒക്കെ വിളിക്കാം. പക്ഷെ സ്വന്തം ജാതി പേര് വേറൊരാൾ പറയുമ്പോൾ അത് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. അത് ചിലർ ജാതിയിൽ ഊറ്റം കൊള്ളുന്നവരുണ്ട്, ചിലർ ജാതിയിൽ അപകർഷതാബോധം പുലർത്തുന്നവരും ഉണ്ട്. അപ്പൊ എന്തെങ്കിലും ആയിക്കോട്ടെ, മറ്റുള്ളവന്റെ അവകാശങ്ങൾ തട്ടിയെടുക്കുന്നതല്ല യഥാർത്ഥത്തിലുള്ള അവകാശം. അതേ സമയത്ത് ഒരു അവകാശത്തെ നിലനിർത്തുന്നത് അക്രമവുമല്ല, ആ അവകാശങ്ങൾ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രതിരോധം അക്രമമല്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് എനിക്ക് എൻ്റെ ഇതിൽ തോന്നിയത്. ഇന്ന് എത്ര പേര് ഇത് കേൾക്കുന്നൊന്നും എനിക്കറിയില്ല. അതുകൊണ്ട് തന്നെ കുറെ യാഥാർത്ഥ്യങ്ങളും കുറെ മിഥ്യാബോധങ്ങളും കുറെ ഉള്ളിൽ ഉണ്ടാകുന്ന ചില എന്താ പറയുക അന്ധവിശ്വാസങ്ങളെല്ലാം കൂടിക്കലർന്ന ഒരു കലുഷിതമായ രാഷ്ട്രീയത്തിലൂടെയാണ് നമ്മൾക്ക് കടന്നു പോകുന്നത്. ഏതായാലും ഞാൻ ഈ പ്രദേശത്തിന്റെ മറ്റു വിശേഷങ്ങളെ കുറിച്ച് പറയാം. അപ്പൊ നിങ്ങളെ എല്ലാവരും വീഡിയോയിലേക്ക് ക്ഷണിക്കുകയാണ്. ഈ ഇക്കോ ടൂറിസം പദ്ധതി ഇതിവിടെ വന്നിട്ട് അധിക കാലമൊന്നും ആയിട്ടില്ല. ഇതൊരു വനമേഖലയാണ്. അതിന്റെ മറ്റു കാഴ്ചകളൊക്കെ ഞാൻ വഴിയെ പറഞ്ഞു തരാം. അപ്പൊ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ ഉള്ള ഒരു കാര്യം ഞാൻ ഇതിൽ ആവർത്തിക്കുന്നില്ല. കാരണം ഇത് എന്റെ മനസ്സിൽ തോന്നിയ ചില കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ജാതി മത ആ വർഗീയ ചിന്തകളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് മനുഷ്യനെ മനുഷ്യനായി കാണുക എന്ന ഒരു ലോകം നമുക്ക് പ്രത്യാശിക്കാം. ഇവിടെ പാർക്കിങ്ങിനുള്ള സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ തന്നെയാണ്. അപ്പൊ അവിടെ ആദ്യം പോയിട്ട് അവിടുന്ന് ടിക്കറ്റ് എടുക്കണം അതിന്റെ ഉള്ളിലേക്കുള്ളത്. അതിനുശേഷം പാർക്കിങ്ങിന്റെ ടിക്കറ്റ് വേറെ എടുക്കണം. അപ്പൊ ഇവിടെ വണ്ടി നിർത്താനുള്ള സൗകര്യമുണ്ട്. ടൂ വീലറിന് അത്ര വലിയ പ്രശ്നമില്ല. മലയിൽ നിന്ന് ഒലിച്ചിറങ്ങി വരുന്ന വെള്ളം ഒഴുകിപ്പോകുന്ന ശബ്ദമാണ് കേൾക്കുന്നത്. കയറി വരുമ്പോൾ ഇങ്ങനെ ഒരു ആർച്ച് ഇവിടെ കാണാം. വളരെ മനോഹരമായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതാണ് മല. വലിയ പാറക്കെട്ടുകൾ നിറഞ്ഞ മലയാണ്. അതിന്റെ ഡീറ്റെയിൽസ് ഇങ്ങനെ പറഞ്ഞുതരാം, വഴിയെ പറഞ്ഞു തരാം. ഈ അനങ്ങന്മല അനങ്ങനടി പഞ്ചായത്തിൽപ്പെട്ടതല്ല കേട്ടോ. ഇത് വേറെ പഞ്ചായത്തിലാണ്, അമ്പലപ്പാറ പഞ്ചായത്തിലാണ് ഇത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇവിടെ ഒരു ടാങ്കറിൽ വെള്ളം അടിച്ച് കൊണ്ടുപോകുന്നുണ്ട്. ഇവിടെ വെള്ളം ധാരാളമായിട്ട് ഒഴുകുന്നുണ്ട്. അത് ഈ മലയിൽ നിന്ന് വരുന്ന ഈ വെള്ളം ഇതാണ് ഇവിടുത്തെ പാടശേഖരങ്ങളിലേക്കൊക്കെ എത്തിച്ചേരുന്നത്. ഇത് പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലത്തിനും ചെർപ്പളശ്ശേരിക്കും ഇടയ്ക്ക്, അതായത് ഒറ്റപ്പാലത്തിന് ഇങ്ങോട്ട് 10 കിലോമീറ്റർ ആണ് ദൂരം. അവിടെയാണ് ഈ മല സ്ഥിതി ചെയ്യുന്നത്. ഇതിന് മല എന്നുള്ള പേരൊക്കെ എങ്ങനെ കിട്ടിയെന്നുള്ളതൊക്കെ ഞാൻ വഴിയെ പറഞ്ഞുതരാം. ഇതിന്റെ അടുത്തായിട്ട് ഒരു നല്ല മനോഹരമായ ഒരു പാടമുണ്ട്. ഈ മലയുടെ തീരത്ത് നിന്ന് അല്ലെങ്കിൽ മലയുടെ പല ഭാഗത്തു നിന്ന് വെള്ളം താഴത്തേക്ക് ഒഴുകി വരുന്നുണ്ട്. അതിനോടൊക്കെ ആശ്രയിച്ചാണ് ഈ പാടം അല്ലെങ്കിൽ നെൽപ്പാടങ്ങളെല്ലാം സ്ഥിതി ചെയ്യുന്നത്. വളരെ മനോഹരമാണ്. എല്ലാ കാലത്തും ഇവിടെ വിളവെടുക്കുന്നുണ്ട്. ഇതൊരു റോഡൊരു വളവാണ്. ഈ വളവിന്റെ അവിടെ പലപ്പോഴും ശ്രദ്ധിക്കണം, വാഹനങ്ങൾ കടന്നു പോകുന്നുണ്ട്. ബസ് റൂട്ട് ഉണ്ട് ഇതിലൂടെ. ഇത് അമ്പലപ്പാറ മേലൂർ കീഴൂർ റോഡാണ്. ഇവിടെ ഒരു ചെറിയൊരു പാലം നിർമ്മിച്ചിട്ടുണ്ട്. ഈ ചെറിയ ഈ തോട് പോലെ ഉള്ള ഈ പാറയുടെ ഇടയിൽ കൂടെ വെള്ളം ഇറങ്ങിയിട്ട് ഉണ്ടായതാണെന്ന് തോന്നുന്നു. അതിന്റെ മുകളിലേക്ക് അവര് ഒരു പാലം നിർമ്മിച്ചിട്ടുണ്ട്. നമ്മൾ മല കയറി തിരിച്ചു വരുമ്പോൾ ഇതിലൂടെ കയറാം. നല്ല മനോഹരമായ വെള്ളം അവിടെ ഒഴുകുന്നുണ്ട്, അരുവി പോലെ. അത് താഴത്തേക്ക് ഒഴുകി പോകുന്ന ശബ്ദമാണ് കേൾക്കുന്നത്. ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്. അതിന്റെ ഇപ്പുറത്ത് ഒരു ടോയ്ലറ്റ് ഫെസിലിറ്റി ഒക്കെ ഉണ്ട്. തിരക്കില്ലാത്തൊരു സമയത്താണ് ഞാൻ വന്നത്. 40 രൂപയാണ് ടിക്കറ്റ്. വെഹിക്കിൾ പാർക്കിംഗ് ഉണ്ടെങ്കിൽ അതിന് വേറെ പൈസ കൊടുക്കണം. ഇതിന്റെ അകത്തേക്ക് പ്രവേശിക്കാനുള്ള അവിടെ സ്ഥലം കാണാനുണ്ട്. ഒരു സ്റ്റെപ്പ് കിട്ടിയിട്ടില്ലേ? വലിയ പാറയാണ്. പാറയുടെ മുകള് അങ്ങനെ പാറയും ഇതൊക്കെ ചേർന്ന ഒരു മലയാണ്. ഇവിടെ വണ്ടി നിർത്തി ഇതിനെ വരുമ്പോ ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം ഇതൊരു വളവാണ്. വണ്ടികൾ വരുന്നത് അത്ര ഇല്ല. ഇവിടെ ഇതിന്റെ ഡൂസ് ആൻഡ് ഡോൺസ് എഴുതി വെച്ചിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് കാണിക്കാം. അപ്പൊ ഇങ്ങനെ ചെയ്യുക, മൃഗങ്ങളെ ഒന്നും ഉപദ്രവിക്കരുത് എന്നാണ്. സേഫ്റ്റി പാലിക്കുക,
നിങ്ങളുടെ കുറെ കാര്യങ്ങളുണ്ട്, വായിച്ചു നോക്കുക. ഒന്നും ഉപേക്ഷിക്കരുത് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ടിക്കറ്റ് ഇല്ലാതെ പ്രവേശിക്കാൻ പാടില്ല. നടപ്പാതയും പരിസരത്തും തെന്നുന്ന പ്രതലമുള്ളതിനാൽ സഞ്ചാരികൾ സൂക്ഷിക്കുക, അങ്ങനെയൊക്കെ എഴുതിയിട്ടുണ്ട് ഇവിടെ. തിങ്കളാഴ്ച അവധിയാണ്. ടിക്കറ്റ് ഇല്ലാതെ വനത്തിൽ പ്രവേശിക്കരുത്, 1000 രൂപ പിഴ ഈടാക്കുന്നതാണെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് കയറണം. ഇവിടെ വരുന്ന സമയം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇവിടെ കയറുക നല്ല വെയിലാണ്. ഈ നട്ടുച്ചയ്ക്കൊന്നും ഇവിടെ വന്നാൽ ഈ വെയിൽ കൊള്ളേണ്ടി വരും. അതാണ്. അപ്പൊ ഞാനിങ്ങനെ ഇതിങ്ങനെ നടന്നുകൊണ്ട് ഇങ്ങനെ പറയാം, ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരാം. ആദ്യകാലങ്ങളിൽ ഈ മലയുടെ ഉടമസ്ഥർ എന്ന് പറയുന്നത് വരിക്കാശ്ശേരി മനയായിരുന്നു അത്രേ. അതിനെക്കുറിച്ച് ഞാൻ അങ്ങനെ പറഞ്ഞു തരാം. ഇവിടെ നല്ല കാഴ്ച കാണുന്നുണ്ട്. 1970 കൊടക്കാട്ട് പോക്കർ കുടുംബത്തിന് ഇത് കാണാൻ അവകാശം കിട്ടിയതാണ് എന്ന് പറഞ്ഞുകൊണ്ട്, ഈ മലയുടെ ഒരു ഭാഗം അവരുടേതാണെന്ന് പറഞ്ഞുകൊണ്ട് കോടതിയിൽ കേസൊക്കെ നടക്കുകയുണ്ടായി. അപ്പൊ അതിനെക്കുറിച്ച് അതിന്റെ ട്രൈബ്യൂണൽ വിധിയും ഇതൊക്കെ ഞാൻ വായിച്ചു. കേരളത്തിലെ വനാവകാശ നിയമവും കാര്യങ്ങളൊക്കെ വന്നല്ലോ. അപ്പൊ ആ സമയത്ത് ഇത് കേരള വനത്തിന്റെ പ്രദേശമാണ് എന്ന് പറഞ്ഞുകൊണ്ട് കേരള ഗവൺമെന്റ് ആണ് ഇതിൽ കേസിന്റെ ഒരു ഭാഗം ഉണ്ടായിരുന്നത്. അപ്പൊ ഇത് വനമല്ല, ഇത് കശുവണ്ടി തോട്ടമാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് അതിൽ അപ്പീലൊക്കെ കൊടുത്തിട്ടുണ്ട്. ആദ്യത്തെ വിധി ഇവർക്ക് എതിരായപ്പോൾ രണ്ടാമത് അപ്പീൽ കൊടുക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. എന്തായാലും കേരള വനം വകുപ്പ് ഇത് എടുത്തു, കമ്മീഷനെ വെക്കുകയും അവർ കമ്മീഷനിൽ ഇത് കശുവണ്ടി തോട്ടമല്ല എന്ന് കണ്ടെത്തുകയൊക്കെ ചെയ്തു. 2500 ഏക്കറോളം പാറക്കെട്ടുകൾ നിറഞ്ഞ സ്ഥലമാണ് ഈ മലയിൽ പെട്ടിട്ടുള്ളത്. അപ്പോ കീഴൂര്, അതുപോലെ മേലൂര്, അമ്പലപ്പാറ എന്നീ പ്രദേശങ്ങൾ ചുറ്റിയുള്ള ഒരു മലയാണിത്. ഇവിടെ നിന്നുള്ള കാഴ്ചയാണ് നമ്മളിപ്പോ കാണുന്നത്. മുകളിലെ സ്റ്റെപ്പ് കയറി കഴിഞ്ഞാൽ കാണുന്ന കാഴ്ച. ഇത്രയും ദൂരം നമ്മൾ പടികൾ കയറി ഇറങ്ങിയില്ല, ഇത്രയും ദൂരമാണ് നമ്മൾ പടികൾ കയറിയത്. ഇനിയുണ്ട്, ഒരുപാട് കയറാനുണ്ട്. കയറാൻ കഴിയുന്നവർക്കൊക്കെ കയറാം. ഇവിടെ കുറച്ച് ഇരിപ്പിടങ്ങളൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട്. മരം തന്നെയാണല്ലോ അല്ലേ? അല്ല, സിമെന്റാ. ഇവിടെയൊക്കെ ഉണ്ട്. അവിടെ ഒരു കൂടാരമുണ്ട്. കുറച്ചുകൂടി നമുക്ക് അങ്ങോട്ട് കയറി നോക്കി നോക്കാം, എന്തെങ്കിലും ഉണ്ടോ. കുട്ടികളുടെ വർക്കാണിത്. 12 വയസ്സിന് താഴെ മാത്രം. അനങ്ങിയ അടി എന്നൊക്കെയാണ് കളിയാക്കി പറഞ്ഞിരുന്നത്, ഈ അനങ്ങനടിയെ കുറിച്ചിട്ട്. ഞങ്ങളൊക്കെ പണ്ട് കുട്ടിക്കാലത്തൊക്കെ ഇതിനെക്കുറിച്ച് പറഞ്ഞിരുന്നത് അങ്ങനെയാണ്, അനങ്ങിയാൽ അടി. ഈ കല്ലടിക്കോടൻ മലയിലെ ചെറുനീലി മലവരത്തമ്മ ഒക്കെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും. അതുപോലെ ഒരു ഐതിഹ്യം ഈ മലയിലും ഉണ്ട്. ആദ്യം ഒരു കാര്യം പറയട്ടെ, ഇത് ശരിക്കും ഒരു യഥാർത്ഥത്തിൽ ഇതൊരു മലയല്ല. ഈ അനങ്ങമല എന്ന് പറയുന്ന ഈ പ്രദേശത്ത് ഇത് 1293 ഫീറ്റ് ഉയരമാണ്. അതായത് ഇതിന്റെ ഏറ്റവും പീക്കായിട്ടുള്ള സ്ഥലം കൂടി കണക്കാക്കിയിട്ടാണ് പറയുന്നത് 1293. 2000 ഫീറ്റിനേക്കാളും ഉയരം വന്നാൽ അത്ര മല എന്ന് പറയുന്നത്. മല എപ്പോഴും കുത്തനെ ആയിരിക്കും, ഇത് ചെരിഞ്ഞിട്ടാണ്. ഏകദേശം 18 കിലോമീറ്ററോളം നീണ്ടു നിവർന്ന് കിടക്കുന്നുണ്ട് ഇത്ര ഈ മല. അപ്പൊ എന്തുകൊണ്ടാണ് ഇതിന് അനങ്ങമല എന്ന് വിളിക്കാൻ കാരണം ഞാൻ നേരത്തെ പറഞ്ഞു. അതായത് ഈ മലയുടെ ഐതിഹ്യം എന്ന് പറയുന്നത് രാമായണവുമായിട്ട് ബന്ധമുണ്ട്. ലങ്കയിൽ വെച്ച് രാവണനുമായിട്ടുള്ള യുദ്ധത്തില് ശ്രീരാമന്റെ സന്തത സഹചാരിയായ ലക്ഷ്മണനും കുറെ സൈനികരെല്ലാം കൊല്ലപ്പെടുന്നുണ്ട്. ശ്രീരാമനും ബോധക്ഷയനാകുന്നു. ഞാൻ കുറച്ച് അങ്ങോട്ട് വല്ലാതെ കാണിക്കില്ല, അവിടെയൊക്കെ ആൾക്കാർ ഇരിക്കുന്നുണ്ട്. കോളേജ് പിള്ളേരാണെന്ന് തോന്നുന്നു. ഇവരെ റെസ്ട്രിക്ട് ചെയ്യാനായിരിക്കും ഈ 40 രൂപ വാങ്ങിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ആ ഭാഗം വല്ലാതെ കാണിക്കുന്നില്ല. അവരുടെ സ്വകാര്യതയെ നമ്മൾ മാനിക്കണമല്ലോ. അപ്പൊ എവിടെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ പോയാലും ഇങ്ങനെ തന്നെയാണ്. ഞാൻ ഈ ടൈം തെരഞ്ഞെടുത്ത് തന്നെ ഇവിടെ അധികം ആൾക്കാരുണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ടായിരുന്നു ഇത് കയറാമെന്ന് വിചാരിച്ചത്. അങ്ങനെ ഇവരെ എല്ലാം ജീവിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഏറ്റവും തലമുതിർന്ന ആളായ ജാമ്പവാൻ ഹനുമാനോട് ഇതിനൊരു ഔഷധ സസ്യമുണ്ടെന്നും
അത് ഹിമാലയത്തിലാണ് ഉള്ളതെന്നും അതിന്റെ പേര് മൃതസഞ്ജീവനിയാണെന്നും പറഞ്ഞ് അദ്ദേഹത്തിനെ ഹിമാലയത്തിലേക്ക് അയക്കുന്നു. ഹനുമാൻ ഹിമാലയത്തിലെത്തിയപ്പോൾ ഈ മൃതസഞ്ജീവനി ഔഷധം ഏതെന്ന് മനസ്സിലാകാതെ അദ്ദേഹം ആ മല തന്നെ പുഴക്കിയെടുത്ത് കൊണ്ടുവരികയാണ്. അതിന്റെ പേരാണ് ദ്രോണഗിരി. അതുകൊണ്ട് വരുന്ന വഴിക്ക് അതിന്റെ ഒരു ഭാഗം ഈ മലയിൽ ഉതിർന്നു വീണെന്നും പിന്നീട് ഹനുമാൻ അത് എടുക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ അത് അനങ്ങിയില്ല എന്നും അങ്ങനെയാണ് അനങ്ങ മല എന്ന അല്ലെങ്കിൽ അനങ്ങൻ മല എന്ന പേര് കിട്ടിയതെന്നൊക്കെയാണ് ഐതിഹ്യം. ഈ മലയിൽ ധാരാളം ഔഷധ സസ്യങ്ങളുണ്ട്. അപ്പൊ എന്താണ് ഈ ഔഷധ സസ്യങ്ങളുടെ പ്രത്യേകത എന്ന് പറയുന്നത്? ഒരു കാലത്ത് വൈക്കാശ്ശേരി മനക്കാര് ഇവിടെ വന്ന് കന്മതൊക്കെ കൊണ്ടുവരുന്നത്. ഈ കന്മതം എന്ന് പറയുന്നത് ഒരു ഔഷധ ഗുണമുള്ള ഒരു വസ്തുവാണ്. പലർക്കും അറിയില്ല കന്മതം എന്താണെന്നുള്ളത്. ഈ പാറകളിൽ നിന്ന് ഒലിച്ചിറങ്ങുന്ന ലവണങ്ങൾ കട്ടിപിടിച്ചുണ്ടാകുന്ന പദാർത്ഥമാണ് കന്മതം. ഇംഗ്ലീഷിൽ ഇതിനെ മിനറൽ വാക്സ് എന്നാണ് പറയുക. ഉഷ്ണകാലത്ത് സൂര്യകിരണങ്ങൾ ഏറ്റ് അതെല്ലാം ഇങ്ങനെ അത് അബ്സോർബ് ചെയ്ത് അല്ലെങ്കിൽ അതിങ്ങനെ ആകിരണം ചെയ്ത് പർവ്വതങ്ങൾ ചൂടുകൊണ്ട് വെടിയുകയും പർവ്വതത്തിനുള്ളിലുള്ള ധാതു സാരങ്ങൾ പുറത്തേക്ക് ഒലിച്ചിറങ്ങുകയും ചെയ്യും. ഇങ്ങനെയാണ് അത്ര കന്മതം ഉണ്ടാകുന്നത്. കല്ലിൽ നിന്ന് ഊറി വരുന്നത് കൊണ്ടാണ് അത്ര ഇതിനെ കന്മതം എന്ന് വിളിക്കുന്നത്. അപ്പൊ എന്തിനാണ് ഈ കന്മതം ഉപയോഗിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കഫ മേധസ്സുകളെ ഇത് ശമിപ്പിക്കുന്നുണ്ട്. നമ്മളിപ്പോ താഴത്തേക്ക് ഇറങ്ങി. അപ്പോൾ ആദ്യം നമ്മൾ കണ്ട ഒരു പാലം ഉണ്ടല്ലോ, ആ പാലമാണിത്. അതായത് ആ ചെറിയൊരു തോടിന്റെ മുകളിൽ കൂടെയുള്ള, തോടല്ല അത് ശരിക്കും പറഞ്ഞാൽ പാറയുടെ ഇടയ്ക്ക് വെള്ളം ഒലിച്ചിറങ്ങുന്നതാണ്. അതാണ് ഈ കാണുന്നത്. വെള്ളം ഒഴുകുന്ന ശബ്ദമാണ് നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കുന്നത്. അനേക ഔഷധ സസ്യങ്ങളെ തഴുകി ഇറങ്ങി വരുന്ന വെള്ളം അത് പാടത്തും മറ്റു ഭാഗങ്ങളിലൂടെ ഒഴുകി താഴത്തേക്ക് പോവുകയാണ്. അപ്പോൾ ഒരു കാലത്ത് നമുക്കറിയാം, ഒരു കാലത്ത് എന്നല്ല ഇപ്പോഴും പ്രശസ്തം തന്നെയാണ്, ചുനങ്ങാടൻ അരി കേട്ടിട്ടുണ്ടാവും. ചുനങ്ങാടൻ പഴയ അരി എന്നാണ് അതിനെക്കുറിച്ച് പറയുന്നത്. തിരുവിതാംകൂർ രാജാവിന് പോലും വലിയ ഇഷ്ടമുണ്ടായിരുന്ന, അതായത് പഴയ അരി, അതായത് ചുനങ്ങാടൻ പഴയ അരി, അത് ഈ ഭാഗത്ത് നിന്നാണ് പോയിരുന്നത്. അതിലേക്ക് ഈ വെള്ളമാണ് അത്ര ഇറങ്ങിയിരുന്നത്. അപ്പൊ അതിന്റെ കാരണം എന്ന് പറയുന്നത് ഈ ഐതിഹ്യത്തിന്റെ പ്രകാരം ഈ മൃതസഞ്ജീവനിയൊക്കെ ഉള്ളതുകൊണ്ട് ആ ഔഷധങ്ങളൊക്കെ തട്ടി വരുന്ന, അല്ലെങ്കിൽ ഇതിന് ദൈവികമായിട്ടുള്ള പരിശുദ്ധിയുണ്ട് ഈ പ്രദേശത്തെ, അല്ലെങ്കിൽ ഈ കാറ്റിന് ഒക്കെ കണക്കാക്കിയിട്ടായിരിക്കാം. അപ്പോ വേറെയുമുണ്ട്, നമ്മൾ ഐതിഹ്യമൊക്കെ കേൾക്കാം. നമ്മൾ ഈ പട്ടാമ്പി ആ പടിഞ്ഞാറ് ഭാഗത്തേക്കൊക്കെ പോവുകയാണെങ്കിൽ ഭാരതപ്പുഴയുടെ തീരത്തുള്ള ഈ കൂടല്ലൂര് ആ പ്രദേശത്തൊക്കെ ഉള്ള പാടങ്ങളിലേക്ക് വെള്ളം ഒഴുകി വരുന്നത്, അല്ലെങ്കിൽ അവിടേക്കുള്ള കാറ്റ് ഈ പ്രദേശത്തു നിന്നാണ് വരുന്നത്. അപ്പോൾ ചുനങ്ങാടൻ പാടത്തിനെ അല്ലെങ്കിൽ ഈ അനങ്ങന്മലയെ തഴുകി വരുന്ന ആ കാറ്റാണ് അവിടെ എത്തുന്നതെന്നും അത് തട്ടുകയാണെങ്കിൽ അവിടുത്തെ വിളവ് കൂടുതലാകുമെന്നും അങ്ങനെയൊക്കെ ആയിരുന്നു അത്ര പണ്ടത്തെ കാലത്ത്, പ്രത്യേകിച്ച് ആ കൂടല്ലൂർ പ്രദേശത്തുള്ളവരൊക്കെ വിശ്വസിച്ചിരുന്നത്. രാവിലെ നേരത്തെ വന്നാൽ മലയുടെ മുകളിൽ കയറി കുറച്ചു നേരം അവിടെ ഇരുന്ന് വർത്തമാനമൊക്കെ പറഞ്ഞു പോകാം. പിന്നെ വൈകിട്ട് ആണ് കൂടുതൽ ആൾക്കാർ വരുന്നു തോന്നുന്നു. പക്ഷെ അവിടെയും ടൈം റെസ്ട്രിക്ഷൻ ഉണ്ട്. പിന്നെ ചിലവർ ട്രക്കിങ്ങിന് വരുന്നുണ്ട്, ഗ്രൂപ്പായിട്ട് ട്രക്കിങ്ങിന് വരുന്ന ആൾക്കാരുണ്ട്. വെള്ളം ഒഴുകുന്നത് നോക്കൂ, ആ പല പാറക്കെട്ടുകളെ തഴുകി വരുന്ന വെള്ളമാണ്. ഇതങ്ങനെ ഒഴുകി ആ പാടത്തേക്ക് എത്തുന്നു. ഇതിൽ നിന്നാണ് ആൾക്കാർ വെള്ളം കൊണ്ടുപോകുന്നത്. ഇനി വലിയ പൈപ്പൊക്കെ ഉണ്ട്, അവിടെ മുകളിൽ സ്റ്റോർ ചെയ്തിട്ട് അവിടുന്ന് കൊണ്ടുവരാണെന്ന് തോന്നുന്നു താഴത്തേക്ക്. ഞാൻ നേരത്തെ ഒരു ടാങ്കർ ലോറിയെ കാണിച്ചില്ലേ, അതൊക്കെ ഇവിടുന്ന് വെള്ളം അടിച്ചു കൊണ്ടുപോകുന്നതാണ്. പക്ഷികൾക്കൊക്കെ വരാൻ പറ്റിയ ഒരു ആവാസ കേന്ദ്രം കൂടിയാണ് ഈ പ്രദേശം. കാരണം ഇതിന്റെ പരിസ്ഥിതി അതിന് അനുകൂലമാണ്. ഈ വെള്ളം കണ്ട് അതിലേക്ക് ഇറങ്ങാൻ തോന്നും. നമുക്കിവിടെ ഇറങ്ങിയിട്ട് ഇവിടെ ഒന്ന് കാലൊക്കെ വേണമെങ്കിൽ ഒന്ന് കഴുകാം. ഇവിടെ സ്റ്റെപ്പൊക്കെ ഉള്ളതുകൊണ്ടേ. ഇവിടെ ഇറങ്ങി ഞാൻ കാലൊക്കെ ഒന്ന് കഴുകാം. ഇവിടെ ഭയങ്കര സ്ലിപ്പറിയാണ്. ഞാൻ നേരത്തെ ഷൂ ഇവിടെ ഊരി വെച്ചു. മുഖമൊക്കെ ഒന്ന് കഴുകാൻ പറ്റും. ശുദ്ധമായ വെള്ളമാണ്. ഷോ, ആ നല്ലോണം വഴുക്കലുണ്ട് കേട്ടോ. ഓ, വഴിക്കിപ്പോയി. നല്ല തണുപ്പ്.
ഇവിടെ വരുമ്പോൾ ഇവിടെ ഇറങ്ങുമ്പോൾ വളരെ ശ്രദ്ധിക്കണം കേട്ടോ. ഇവിടെ നല്ല വഴുക്കലുണ്ട്. ഞാൻ ഈ ഷൂട്ടിട്ട് ഇവിടെ നിന്ന് സ്ലിപ്പായി മുകളിൽ കയറിയിട്ട് ഷൂ ഇടുന്നുള്ളൂ. ഞാനും ഫോണും കൂടി ആ വെള്ളത്തിൽ വീഴുന്നു. ഫോൺ വെള്ളത്തിൽ ഒലിച്ചു പോയി. പക്ഷെ എൻ്റെ കാല് എനിക്ക് പിടിച്ചാൽ കിട്ടി. പക്ഷെ ഫോൺ അങ്ങോട്ട് പോയി, ഒഴുകിപ്പോയി. എന്നിട്ട് അവിടുന്ന് എടുത്തു. ഇതും പോയി, മൈക്കും പോയി. മൈക്കിപ്പോൾ വെള്ളത്തിൽ നനഞ്ഞിട്ടാണ്. നിങ്ങൾ കേൾക്കുന്നുണ്ടോ എനിക്കറിയില്ല. അപ്പോൾ കേൾക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഇത് എഡിറ്റ് ചെയ്ത് ചേർത്താം. അപ്പോൾ ഇങ്ങനൊരു സംഭവം, ഇതൊക്കെ ഈ യാത്രയുടെ ഭാഗമാണ്. ചിലപ്പോൾ പരിക്കുകയോ പറ്റും, ചിലപ്പോൾ സാധനങ്ങൾ വീണ് പോയി. ഞാൻ പോയി എന്ന് വിചാരിച്ചതാ, ഫോണൊക്കെ പോയി. എന്തായാലും ഓപ്പോ അടിപൊളി ഓപ്പോ ആണ്. വെള്ളത്തിൽ മുങ്ങിക്കിടന്നു ഫോണ്. അപ്പൊ നിങ്ങൾക്കിത് കേൾക്കുന്നുണ്ടെങ്കിലും പിക്ചർ ക്വാളിറ്റി കിട്ടുന്നുണ്ടെങ്കിലും അത് ഓപ്പോ ഫോണിന്റെ ഞാൻ പരസ്യത്തിന് കൊടുത്തതല്ല. വലിയ കുഴപ്പമൊന്നുമില്ല. ദൈവാധീനം. വീഴ്ചയിൽ നിന്ന് രക്ഷപ്പെട്ടു. ഡിവൈസൊന്നും വലിയ കേടുപാട് കൂടാതെ കിട്ടി. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇറങ്ങുകയാണ്. വീണ്ടും മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം. ഇനി കുറച്ച് ഈ പ്രാദേശികമായ കുറച്ച് ചരിത്രങ്ങളും കൂടി പറയാനുണ്ട്. അത് അടുത്ത വീഡിയോയിലാകട്ടെ. അപ്പോൾ എല്ലാവർക്കും സ്നേഹം മാത്രം.